ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 16 ദേവാസുരഭാവങ്ങൾ. ശ്ലോകം 1. ശ്രീ ഭഗവാനുവാച. അഭയം സത്വസംശുദ്ധിർജ്ഞാനയോഗ വ്യവസ്ഥിതിഃ ദാനം തമശ്ച യജ്ഞശ്ച സ്വാധ്യായസ്തപ ആർജവം. ശ്ലോകം 2. അഹിംസാ സത്യമക്രോധസ്ത്യാഗ ശാന്തിരപൈശുനം ദയാഭൂതേഷ്വലോലുപ്ത്വം മാർദ്ദവം ഹ്രീരചാപലം. ശ്ലോകം 3. തേജക്ഷമാ ധൃതി ശൗചമദ്രോഹോ നാദി മാനിതാ ഭവന്തി സമ്പദം ദേവീമഭിജാതസ്യ ഭാരത. വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, ഹേ ഭാരത, നിർഭയത, അസ്തിത്വത്തിൻ്റെ ശുദ്ധി, ആധ്യാത്മിക ജ്ഞാനനിഷ്ഠ, ദാനം, ആത്മനിയന്ത്രണം, യജ്ഞം, വേദപഠനം, തപസ്, ലാളിത്യം, അഹിംസ, സത്യം, ക്രോധമില്ലായ്മ, ത്യാഗം, ശാന്തി, പരദൂഷണത്തിൽ വെറുപ്പ്, സർവജീവികളോടും കാരുണ്യം, ലോഭമില്ലായ്മ, മൃദുല സ്വഭാവം, വിനയം, സ്ഥിരനിശ്ചയം, തേജസ്, ക്ഷമ, ധൈര്യം, ശൗചം, അസൂയാരാഹിത്യം, ബഹുമതിക്കുള്ള വാഞ്ചയില്ലായ്മ, ഇതെല്ലാം ദിവ്യപ്രകൃതിയാൽ അനുഗ്രഹീതരായ ദൈവികതയുള്ളവർക്കുള്ള ഗുണങ്ങളാണ്. ഭാവാർത്ഥം. 15-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഈ ഭൗതിക പ്രപഞ്ചമാകുന്ന അരയാൽ വൃക്ഷത്തെപ്പറ്റി വിവരിച്ചുവല്ലോ. അവിടെ ജീവാത്മാക്കളുടെ പുണ്യപാപകർമ്മങ്ങളെ ആ അരയാൽ വൃക്ഷത്തിൻ്റെ വേരുകളെന്ന് പറഞ്ഞു. 9-ാം അധ്യായത്തിലും ദേവന്മാരെയും നിരീശ്വരരായ അസുരന്മാരെയും കുറിച്ച് വിവരിക്കുന്നു. വൈദിക സിദ്ധാന്തപ്രകാരം സ്വാത്വിക കർമ്മങ്ങൾ മോക്ഷപന്ഥാവിലൂടെയുള്ള മുന്നേറ്റത്തെ സഹായിക്കുന്നതിനാൽ അവ ദൈവിക പ്രകൃതിയുള്ളവ എന്നറിയപ്പെടുന്നു. ആധ്യാത്മിക സ്വഭാവമുള്ളവർ അഥവാ ദിവ്യപ്രകൃതിയിൽ സ്ഥിതി ചെയ്തു പോരുന്നവർ മുക്തിമാർഗത്തിൽ മുന്നോട്ട് നീങ്ങുന്നു. രജസ്തമോ ഗുണങ്ങളുടെ പ്രേരണയ്ക്കടിപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കാകട്ടെ മുക്തി നേടാനാവില്ല. ഭൗതിക പ്രപഞ്ചത്തിൽ ഒന്നുകിൽ മനുഷ്യരായി തന്നെ അവർ ജീവിതം നയിക്കും, അല്ലെങ്കിൽ മൃഗങ്ങളായോ അതിലും താഴെയുള്ള ജീവികളായോ പിറന്നുവെന്ന് വരാം. ദൈവിക പ്രകൃതിയെയും അതിനനുയോജ്യങ്ങളായ സ്വഭാവ വിശേഷങ്ങളെയും അതോടൊപ്പം ആസുരപ്രകൃതിയെയും തത്സ്വഭാവങ്ങളെയും അവയുടെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും ഈ 16-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. ദിവ്യഗുണജാതരായവരെപ്പറ്റി അഥവാ ദൈവിക പ്രവണതയുള്ളവരെപ്പറ്റി പറയുമ്പോൾ അഭിജാതസ്യ എന്ന പദം ഉപയോഗിച്ചത് ശ്രദ്ധേയമാണ്. ദൈവികതയാർന്ന ചുറ്റുപാടുകളിൽ സന്താനോത്പാദനം നടത്തുന്നതിനെയാണ് വൈദിക ഗ്രന്ഥങ്ങൾ ഗർഭാധാന സംസ്കാരമെന്ന് പറയുന്നത്. ദൈവിക ഗുണങ്ങളോട് കൂടിയ പുത്രൻ ജനിക്കണമെങ്കിൽ അച്ഛനമ്മമാർ മനുഷ്യൻ സാമൂഹിക ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന 10 നിയമങ്ങൾ അനുസരിച്ചിരിക്കണം. മുമ്പ് തന്നെ ഭഗവത്ഗീതയിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സത്സന്താന ലാഭത്തിനായുള്ള ലൈംഗിക ജീവിതം കൃഷ്ണൻ തന്നെ എന്ന്. കൃഷ്ണാവബോധപൂർവം അനുഷ്ഠിക്കപ്പെട്ടാൽ ഈ പ്രക്രിയ നിഷിദ്ധമല്ല. കൃഷ്ണാവബോധമുള്ളവരെങ്കിലും പൂച്ചകളും നായ്ക്കളും ചെയ്യുന്നത് പോലെ കുട്ടികളെ ഉത്പാദിപ്പിക്കാതിരിക്കട്ടെ. മക്കൾക്ക് ജനനശേഷം കൃഷ്ണാവബോധം ഉദിക്കത്തക്ക വിധത്തിലായിരിക്കണം അവരുടെ സംയോഗം. കൃഷ്ണാവബോധത്തിൽ മുഴുകിയ മാതാപിതാക്കന്മാരുടെ സന്താനങ്ങൾക്ക് ഈ നേട്ടമുണ്ടാകണം. ഈ വിഭജനം മനുഷ്യ സമൂഹത്തെ ജന്മാടിസ്ഥാനത്തിൽ തരം തിരിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല. വിദ്യാഭ്യാസ യോഗ്യതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ വിഭജനം. വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഉദ്ദേശ്യം സമൂഹത്തിൽ ശാന്തിയും ഐശ്വര്യവും നിലനിർത്തുകയത്രേ. മുമ്പ് പ്രസ്താവിച്ചവയാണ് ദൈവീക ഗുണങ്ങൾ. അവ ഭൗതിക ലോകത്തിൽ നിന്ന് മുക്തി നൽകത്തക്കവണ്ണം ആധ്യാത്മിക ജ്ഞാനത്തെ വളർത്തിയെടുക്കുന്നു. വർണ്ണാശ്രമ വ്യവസ്ഥ പ്രകാരം സമൂഹത്തിലെ സകല വിഭാഗങ്ങളുടെയും തലവൻ അഥവാ ആധ്യാത്മിക ഗുരുവാണ് സന്യാസി. ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ വിളിക്കപ്പെടുന്ന സമൂഹത്തിൻ്റെ മറ്റു 3 വിഭാഗങ്ങളുടെയും
ആധ്യാത്മിക ഗുരുവായി കരുതപ്പെടുന്നു ബ്രാഹ്മണൻ. സർവോത്കൃഷ്ടനായ സന്യാസിയാകട്ടെ ബ്രാഹ്മണരുടെയും ആധ്യാത്മിക ഗുരുവാണ്. സന്യാസിക്ക് ആദ്യമായുണ്ടാകേണ്ടുന്ന ഗുണം നിർഭയതയാണ്. അദ്ദേഹം ഏകനാണ്, നിരാശ്രയനാണ്. ആരിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാതെ പരമപുരുഷോത്തമന്റെ കാരുണ്യത്തെ മാത്രം അയാൾ ആശ്രയിക്കണം. ബന്ധുക്കളെയെല്ലാം ത്യജിച്ചു പോയാൽ പിന്നെ ആരുണ്ട് രക്ഷിക്കാൻ എന്ന് സംശയിക്കുന്ന ഒരാൾ സന്യാസം സ്വീകരിച്ചുകൂടാ. ശ്രീകൃഷ്ണ ഭഗവാൻ പരമാത്മസ്വരൂപിയായി തൻ്റെ ഹൃദയത്തിലുണ്ടെന്നും അദ്ദേഹം തൻ്റെ പ്രവൃത്തികൾക്ക് സാക്ഷിയും ഉദ്ദേശ്യങ്ങൾ അറിയുന്നവനുമാണെന്നും സന്യാസിക്കു ദൃഢവിശ്വാസമുണ്ടാവണം. പരമാത്മരൂപിയായ കൃഷ്ണൻ തനിക്ക് സ്വയം അർപ്പണം ചെയ്ത ഒരാത്മാവിനെ രക്ഷിക്കും. താൻ ഒരിക്കലും ഒറ്റപ്പെടുകയില്ല. വനാന്തരങ്ങളിൽ കൊടും കൂരിരുട്ടിലും കൃഷ്ണൻ എന്നോടൊപ്പം ഉണ്ടാവും, എന്നെ കൈവിടില്ല എന്ന് അയാൾക്ക് ബോധ്യമാവണം. ഈ ദൃഢവിശ്വാസമാണ് അഭയം എന്ന ഗുണം. സന്യാസിക്ക് ഇത് കൂടിയേ കഴിയൂ. അയാൾ സ്വജീവിതത്തെ ശുദ്ധീകരിക്കണം. സന്യാസിക്ക് അനുസരിക്കേണ്ട നിയമ നിബന്ധനകൾ പലതുണ്ട്. ഏറ്റവും പ്രധാനമായത് സ്ത്രീകളുമായി അടുത്ത ബന്ധം പാടില്ല എന്നതു തന്നെ. വിജന സ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീയോട് സംസാരിക്കുന്നതിൽ നിന്ന് പോലും സന്യാസി വിലക്കപ്പെട്ടിരിക്കുകയാണ്. ചൈതന്യ മഹാപ്രഭു ഒരു ആദർശ സന്യാസിയായിരുന്നു. അദ്ദേഹം പുരിയിൽ താമസിച്ച കാലത്ത് ഭക്തകളായ സ്ത്രീകൾ അടുത്തു വന്ന് വന്ദിക്കുന്നത് പോലും വിലക്കിയിരുന്നു. അവർക്ക് ദൂരെ നിന്ന് പ്രണമിക്കുക മാത്രം ചെയ്യാം. സ്ത്രീവർഗത്തോടുള്ള വിരോധമായി ഇതിനെ കണക്കാക്കിക്കൂടാ. സ്ത്രീകളുമായി അടുത്തിടപഴകാൻ പാടില്ല എന്ന കർക്കശ നിയമം സന്യാസികൾ അനുഷ്ഠിക്കേണ്ടതാണ്. ഒരാൾ തൻ്റെ നിലനിൽപ്പിനെ ശുദ്ധീകരിക്കുന്നതിന് ജീവിതത്തിലെ ഓരോ ആശ്രമത്തിലും അതാതിനുദ്ദിഷ്ടങ്ങളായ നിയമ നിബന്ധനകൾ കർശനമായി അനുഷ്ഠിക്കേണ്ടതാണ്. മാതൃകാ സന്യാസിക്ക് സ്ത്രീ സംസർഗവും വിഷയഭോഗേച്ഛ നിറവേറ്റാനായുള്ള ധനാർജനവും വിലക്കപ്പെട്ടവയാണ്. ഒരു സന്യാസിയായ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജീവിതത്തിൽ നിന്നറിയാം സ്ത്രീകളുടെ കാര്യത്തിൽ അദ്ദേഹം എത്ര കർക്കശമായ നിഷ്ഠ പുലർത്തിപ്പോന്നുവെന്ന്. അത്യുദാരനായ ഒരു അവതാര പുരുഷനാണ് അദ്ദേഹം. അങ്ങേയറ്റം അധപ്പതിച്ചുപോയ ബദ്ധജീവാത്മാക്കളെയും അദ്ദേഹം സ്വീകരിക്കുമായിരുന്നു. എന്നാലും സ്ത്രീ സംഘത്തെ സംബന്ധിച്ചിടത്തോളം സന്യാസാശ്രമികൾക്ക് വിധിക്കപ്പെട്ട നിബന്ധനകളെ പിഴയ്ക്കാതെ അനുസരിച്ചിരുന്നു. തൻ്റെ സഹചാരികളിൽ ഒരാളായ ചോട്ടാ ഹരിദാസൻ വിശ്വസ്തരായ മറ്റുള്ളവരോടൊപ്പം ചൈതന്യ മഹാപ്രഭുവുമായി ഇടപഴകിയിരുന്നു. എന്നാൽ ഒരു യുവതിയെ കാമാസക്തിയോടെ നോക്കിപ്പോയതിന് അയാളെ സന്തത സഹചാരികളുടെ സംഘത്തിൽ നിന്ന് അദ്ദേഹം ഉടനെ ബഹിഷ്കരിക്കുകയുണ്ടായി. ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, സന്യാസിയായാലും അല്ലെങ്കിലും ഭൗതിക പ്രകൃതിയുടെ കെട്ടുപാടുകളിൽ നിന്ന് മോചനം നേടി ആധ്യാത്മിക പ്രകൃതിയിലേക്ക് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെത്താൻ ഉത്കണ്ഠയുള്ള ഒരാൾക്ക് ഇന്ദ്രിയ സുഖത്തിനു വേണ്ടി സ്ത്രീകളുടെയോ ഭൗതിക വിഭവങ്ങളുടെയോ നേർക്ക് നോക്കുന്നത് പോലും ഇവയുടെ ഭോഗമല്ല, അവയെ ആർത്തിയോടെ നോക്കുന്നതുകൂടി നിഷിദ്ധമാണ്. അത്തരം വിലക്കപ്പെട്ട വാസനകളെ പുലർത്തുന്നതിനേക്കാൾ ആത്മഹത്യയായിരിക്കും അവർക്കു നല്ലത്. ഇതാണ് വിശുദ്ധീകരണ പ്രക്രിയ. ഇനി ജ്ഞാനയോഗ വ്യവസ്ഥിതിയെപ്പറ്റി പറയാം. ജ്ഞാനം വളർത്തിയെടുക്കലാണിത്. ആത്മീയ പുരോഗതിക്കുള്ളതാണ് ശരിയായ ജീവിതമെന്ന് മറന്നുപോയ ഗൃഹസ്ഥന്മാർക്കും മറ്റും ജ്ഞാനം പകർന്നു കൊടുക്കുകയാണ് സന്യാസ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം. ഒരു സന്യാസി തൻ്റെ ജീവസന്ധാരണത്തിന് ഭിക്ഷ തേടി വീടുതോറും കയറിയിറങ്ങേണ്ടതാണ്. എന്നാൽ അതുകൊണ്ട് അയാൾ വെറും പിച്ചക്കാരനാണെന്നർത്ഥമാവുന്നില്ല. ആധ്യാത്മിക അവസ്ഥയിലുള്ള മനുഷ്യൻ്റെ ഗുണങ്ങളിലൊന്നാണ് വിനയം. ഈ ശരിയായ വിനയത്താലാണ് സന്യാസി വീടുതോറും സഞ്ചരിക്കുന്നത്. ഭിക്ഷയ്ക്കായല്ല, മറിച്ച് ഗൃഹസ്ഥന്മാരെ നേരിട്ട് കണ്ട് അവരെ കൃഷ്ണാവബോധവാന്മാരാക്കുന്നതിനാണ് ഈ സഞ്ചാരം. സന്യാസിയുടെ കടമയാണിത്. അയാൾ യഥാർത്ഥ പുരോഗതി നേടിയിട്ടുണ്ടെങ്കിൽ തൻ്റെ ആധ്യാത്മിക ഗുരുവിൻ്റെ അനുമതിയോടെ വിവേകത്തോടും യുക്തിയോടും കൂടി കൃഷ്ണാവബോധം പ്രചരിപ്പിക്കണം. അത്രത്തോളം പുരോഗമിച്ചിട്ടില്ലെങ്കിൽ സന്യാസം സ്വീകരിക്കുകയുമരുത്. വേണ്ടുന്നത്ര അറിവ് നേടുന്നതിന് മുമ്പ് സന്യാസം കൈക്കൊണ്ടു എന്നിരിക്കലും അയാൾ വിശ്വാസിനായ ഒരു ആധ്യാത്മികാചാര്യനിൽ നിന്ന് ജ്ഞാനം സമ്പാദിക്കുന്നതിൽ മുഴുകിയിരിക്കണം. നിർഭയത്വവും സത്വശുദ്ധിയും ജ്ഞാനവും സന്യാസിക്ക് കൂടിയേ തീരൂ. ദാനമാണ് മറ്റൊരു ഗുണം. ഇത് ഗൃഹസ്ഥന്മാർക്ക് അനുയോജ്യമാണ്.
ഗൃഹസ്ഥൻ മാന്യമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ട് ജീവിക്കാൻ വേണ്ടുന്ന സമ്പത്ത് നേടുകയും അതിൽ പകുതി ലോകമാകമാനം കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുകയും വേണം. കൃഷ്ണാവബോധ പ്രചാരത്തിലേർപ്പെട്ട് സംഘടനകൾക്ക് സമ്പത്ത് ദാനമായി നൽകണം. ദാനം അത് അർഹിക്കുന്നവർക്ക് കൊടുക്കണം. സത്വ രജസ്തമോ ഗുണങ്ങളാൽ പ്രേരിതങ്ങളായി പലവിധം ദാനങ്ങളുണ്ട്. സത്വഗുണാധിഷ്ഠാനത്തിലുള്ള ദാനമാണ് ശ്രേഷ്ഠം. അതിനെ വൈദിക ഗ്രന്ഥങ്ങൾ വാഴ്ത്തുന്നു. രജസ്തമോ ഗുണങ്ങളാൽ പ്രേരിതങ്ങളായ ദാനങ്ങളെ അവ അനുകൂലിക്കുന്നില്ല. പാഴ്ചെലവ് മാത്രമാണ് അങ്ങനെയുള്ള ദാനങ്ങൾ. ലോകത്തിൽ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാൻ മാത്രമായിരിക്കണം ദാനം. അതാണ് സ്വാത്വികമായ ദാനം. ദമം, ആത്മനിയന്ത്രണം 4 ആശ്രമങ്ങൾക്കും പ്രസക്തമാണെങ്കിലും വിശിഷ്യ ഗൃഹസ്ഥന്മാർക്കുള്ളതാണ്. സഭാര്യനെങ്കിലും ഗൃഹസ്ഥൻ തൻ്റെ ഇന്ദ്രിയങ്ങളെ അനാവശ്യമായ കാമപൂർത്തിക്കായി ഉപയോഗിച്ചുകൂടാ. ലൈംഗിക ജീവിതത്തിലും ഗൃഹസ്ഥന്മാർക്ക് നിയന്ത്രണങ്ങളുണ്ട്. സന്താന ലാഭത്തിന് മാത്രം ഉദ്ദേശിക്കപ്പെട്ടതാണവ. പുത്രലബ്ധിക്കായിട്ടല്ലാതെ ലൈംഗിക ജീവിതം നയിക്കാൻ പാടില്ല. ആധുനിക സമൂഹത്തിൽ പലരും കുട്ടികളുടെ ചുമതല ഏറ്റെടുക്കാൻ ഇഷ്ടപ്പെടാതെ ഗർഭനിരോധനമോ അതിലേറെ നീചങ്ങളായ നടപടികളോ ശീലിച്ചു വരുന്നു. ഇത് ആധ്യാത്മികമല്ല, ആസുരമായ പ്രവർത്തനമാണ്. ആധ്യാത്മിക ജീവിതത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്ന ഏതൊരാളും ഗൃഹസ്ഥനായാലും അല്ലെങ്കിലും ലൈംഗിക ആസക്തി നിയന്ത്രിക്കണം. കൃഷ്ണനെ സേവിക്കണമെന്ന ഉദ്ദേശത്തോടെയല്ലാതെ സന്താനങ്ങളെ ജനിപ്പിക്കുകയുമരുത്. കൃഷ്ണാവബോധനിഷ്ഠരായ മക്കളെ ജനിപ്പിക്കാനാവുമെങ്കിൽ 100 മക്കൾക്ക് ജന്മം കൊടുത്താലും അതിൽ തെറ്റില്ല. ആ കഴിവില്ലാത്തവർ വ്യർത്ഥമായ ഭോഗസുഖം കൊതിച്ചുകൂടാ. ഗൃഹസ്ഥന്മാർ അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മമാണ് യജ്ഞം. ഇതിന് ധാരാളം പണച്ചെലവുണ്ടെന്നതാണ് കാരണം. മറ്റ് 3 ആശ്രമങ്ങളിലും ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, സന്യാസം സമ്പത്ത് സമാഹരിക്കപ്പെടുന്നില്ല. മറ്റ് ആശ്രമങ്ങളിൽ ഭിക്ഷ കൊണ്ടാണ് കാലയാപനം. അതുകൊണ്ട് പലവിധ യജ്ഞങ്ങൾ ഗൃഹസ്ഥന്മാരെ ഉദ്ദേശിച്ചുള്ളതാണ്. വേദോക്തങ്ങളായ അഗ്നിഹോത്രാദികളെ അവർ വിധിപ്രകാരം നിറവേറ്റണം. പക്ഷേ ഇക്കാലത്ത് അത്തരം യജ്ഞങ്ങൾക്ക് പണച്ചെലവ് വളരെ കൂടുതലാകയാൽ ആർക്കും അവ അനുഷ്ഠിക്കാൻ സാധ്യമല്ല. ഈ യുഗത്തിൽ നിർവഹിക്കാവുന്ന ഉത്തമ യജ്ഞം സങ്കീർത്തന യജ്ഞമാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് ഉരുവിടുക മാത്രം ചെയ്യേണ്ടുന്ന ആ യജ്ഞം ഒട്ടും പണച്ചെലവ് വേണ്ടാത്തതും അത്യുത്കൃഷ്ടവുമാണ്. ദാനം, ദമം, യജ്ഞം എന്നീ 3 കർമ്മങ്ങളും വിശേഷാൽ ഗൃഹസ്ഥന്മാർക്ക് വേണ്ടിയുള്ളതാണ്. വിദ്യ അഭ്യസിക്കുന്ന ബ്രഹ്മചാരികൾ അനുഷ്ഠിക്കേണ്ടുന്നതാണ് സ്വാധ്യായം, അതായത് വേദപഠനം. ബ്രഹ്മചാരിക്ക് സ്ത്രീ സമ്പർക്കം പാടില്ല. ബ്രഹ്മചര്യ ജീവിതം നയിക്കണം. ആധ്യാത്മിക ജ്ഞാന സമ്പാദനത്തിനായി അവർ സശ്രദ്ധം വൈദിക സാഹിത്യം പഠിക്കണം. ഇതിനെ സ്വാധ്യായമെന്ന് പറയുന്നു. ഗാർഹസ്ഥ്യത്തിന് ശേഷമുള്ള വിശ്രമജീവിതത്തിൽ തപസ്സാണ് നിർദ്ദിഷ്ടമായിട്ടുള്ളത്. ജീവിതകാലം മുഴുവൻ ഗാർഹസ്ഥ്യത്തിൽ കഴിച്ചുകൂട്ടാൻ പാടില്ല. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിങ്ങനെ ജീവിതത്തിന് 4 ഘട്ടങ്ങളുണ്ടെന്നോർക്കണം. അതുകൊണ്ട് ഗാർഹസ്ഥ്യത്തിൽ നിന്ന് പിന്മാറണം. 100 കൊല്ലം ജീവിക്കുന്ന ഒരാൾക്ക് 25 കൊല്ലം ബ്രഹ്മചര്യത്തിനും 25 ഗാർഹസ്ഥ്യത്തിനും 25 വാനപ്രസ്ഥത്തിനും 25 സന്യാസത്തിനും നീക്കിവെക്കാം. ഇതാണ് വൈദിക മതാനുശാസനം. ഗാർഹസ്ഥ്യത്തിൽ നിന്ന് വിരമിച്ച ഒരാൾ ശരീര മനസ്സുകളെയും നാവിനെയും കർശനമായി നിയന്ത്രിക്കണം. ഇതാണ് തപസ്യ. വർണ്ണാശ്രമ ധർമ്മവ്യവസ്ഥയുടെ ലക്ഷ്യം തന്നെ തപസ്യയാണ്. അതില്ലാതെ ഏതൊരാൾക്കും മുക്തി ലഭിക്കില്ല. ജീവിതത്തിൽ തപസ്സിൻ്റെ ആവശ്യമില്ലെന്നും ഊഹാപോഹത്തിലൂടെ നാൾ കഴിച്ചാൽ എല്ലാം നന്നായി വരുമെന്നുമുള്ള സിദ്ധാന്തത്തെ വൈദിക സാഹിത്യമോ ഭഗവത്ഗീതയോ പിന്താങ്ങുന്നില്ല. തങ്ങൾക്ക് കൂടുതൽ അനുയായികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കാഴ്ചവസ്തുക്കളായ ആത്മീയവാദികൾ പടച്ചുവിടുന്ന പ്രഹസനങ്ങളാണ് അത്തരം നിഗമനങ്ങൾ. നിയമങ്ങളും നിബന്ധനകളും കർക്കശങ്ങളെങ്കിൽ സാധാരണ ജനങ്ങളെ ആകർഷിക്കാനാവില്ല. അതുകൊണ്ട് മതത്തിൻ്റെ പേരിൽ പുറം കാഴ്ചയ്ക്ക് മാത്രം ധാരാളം അനുയായികൾ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവർ തങ്ങളുടെ ജീവിതത്തിലാകട്ടെ ശിഷ്യരുടെ ജീവിതത്തിലാകട്ടെ നിഷ്കർഷ നിബന്ധനകൾ ചുമത്താറില്ല. എന്നാൽ വേദസമ്മതമായുള്ളതല്ല ഈ രീതി.
ഇനി ബ്രാഹ്മണോചിതമായ ആർജവത്തെപ്പറ്റി ചിന്തിക്കാം. ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല, ബ്രഹ്മചാരിയായാലും ഗൃഹസ്ഥനായാലും വാനപ്രസ്ഥനായാലും സന്യാസിയായാലും എല്ലാവരും അനുസരിക്കേണ്ടതാണിത്. ലളിത സ്വഭാവിയും സത്യസന്ധനുമാകണം. ഏത് ജീവന്റെയും പുരോഗതിയെ തടയാതിരിക്കുകയാണ് അഹിംസ. ശരീരം നശിപ്പിച്ചാലും ആത്മാവ് നിലനിൽക്കുന്നതുകൊണ്ട് ഭോഗസുഖങ്ങൾക്കായി ജന്തുക്കളെ കൊല്ലുന്നതിൽ തെറ്റില്ലെന്ന് കരുതേണ്ട. ധാന്യങ്ങളും ഫലങ്ങളും പാലും ധാരാളം ഉണ്ടായിട്ടും ഇന്ന് മനുഷ്യർ മൃഗങ്ങളെ കൊന്ന് മാംസം ഭക്ഷിക്കുന്നതിൽ താല്പര്യമുള്ളവരാണ്. ജന്തുഹിംസയുടെ ആവശ്യമില്ല തന്നെ. ഏവരും അഹിംസ പാലിക്കേണ്ടതാണ്. മറ്റൊരു ഉപായവുമില്ലെന്ന ഘട്ടത്തിൽ മാത്രം ജന്തുഹിംസ ചെയ്തു പോയെന്ന് വരാം. എന്നാൽ അത് യജ്ഞത്തിനു നിവേദിക്കുകയും വേണം. ഏതായാലും മനുഷ്യവർഗത്തിന് വേണ്ടുന്നത്ര ആഹാര സാധനങ്ങൾ വേറെയുണ്ടെന്നിരിക്കെ ആത്മസാക്ഷാത്കാരത്തിൽ താല്പര്യമുള്ളവരാരും ജന്തുക്കളെ ദ്രോഹിക്കരുത്. ജീവിത പുരോഗതിയെ തടസ്സപ്പെടുത്താതിരിക്കലാണ് യഥാർത്ഥത്തിൽ അഹിംസ. മൃഗങ്ങളും ഒരു ജന്തുവിഭാഗത്തിൽ നിന്ന് മറ്റൊരു വിഭാഗത്തിലേക്ക് ദേഹാന്തരപ്രാപ്തി നേടുന്നു. ഒരു ജീവി വധിക്കപ്പെട്ടാൽ അതിൻ്റെ പുരോഗതിക്ക് തടസ്സം നേരിടുന്നു. ഒരു ശരീരത്തിൽ കുറേ കൊല്ലങ്ങളോ ദിവസങ്ങളോ ജീവിച്ച ശേഷം ഒരു ജീവി കൊല്ലപ്പെട്ടാൽ ആ ജീവന് മറ്റൊരു വിധം ജീവഗണത്തിൽ പിറവിയെടുക്കുന്നതിന് മുമ്പ് അതേ ഗണത്തിൽ തന്നെ വീണ്ടും ജനിച്ച് മുമ്പ് വിധിച്ചിട്ടുള്ളത്ര ദിവസങ്ങൾ മുഴുമിക്കേണ്ടി വരും. ഈ നിലയ്ക്ക് മനുഷ്യൻ്റെ രസനാപ്രീതിക്കായി മാത്രം അവയുടെ പുരോഗതി തടയാൻ പാടില്ല തന്നെ. ഇതാണ് അഹിംസ. സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ച് കാട്ടാതിരിക്കലാണ് സത്യം. വൈദിക ഗ്രന്ഥങ്ങളിൽ അതിഗഹനങ്ങളായ ചില ഭാഗങ്ങളുണ്ട്. അവയുടെ അർത്ഥവും ഉദ്ദേശ്യവും വിശ്വാസിനായ ഒരു ആധ്യാത്മികാചാര്യനിൽ നിന്ന് ഗ്രഹിക്കേണ്ടതാണ്. വേദജ്ഞാനത്തിനുള്ള വിഹിത മാർഗം ഇതാണ്. ശ്രുതി എന്നാൽ പ്രാമാണികരിൽ നിന്ന് കേൾക്കുക എന്നാണ് അർത്ഥം. തനിക്കിഷ്ടപ്പെട്ട വിധം ഒരു വ്യാഖ്യാനം കെട്ടിച്ചമയ്ക്കരുത്. ഭഗവത്ഗീത പല ഭാഷ്യകാരന്മാരും തെറ്റായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഓരോ വാക്കിൻ്റെയും യഥാർത്ഥമായ ഉദ്ദേശം ചൂണ്ടിക്കാട്ടുകയാണ് ആവശ്യം. അത് വിശ്വാസിനായ ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് പഠിക്കുകയും വേണം. അക്രോധം എന്നത് കോപത്തെ നിയന്ത്രിക്കലാണ്. ക്രോധത്തിന് തക്കതായ കാരണമുണ്ടായാലും ക്ഷമാശീലം പുലർത്തണം. ക്രോധാവേശം ശരീരത്തെ മുഴുവൻ മലിനമാക്കുന്നു. ഈ വികാരം രജോ ഗുണത്തിൻ്റെയും കാമത്തിൻ്റെയും ഉത്പന്നമാകയാൽ അതീന്ദ്രിയാവസ്ഥയിലെത്തിയവർ അതിനെ നിയന്ത്രിച്ചേ തീരൂ. മറ്റുള്ളവരിൽ അനാവശ്യമായി തെറ്റു കാണുകയും അവരെ ആവശ്യമില്ലാതെ തിരുത്തുകയും ചെയ്യുന്ന പതിവ് ഉപേക്ഷിക്കലത്രേ അപൈശുനം. ഒരു കള്ളനെ കള്ളനാണെന്ന് വിളിക്കുന്നത് കുറ്റാരോപണമല്ല. പക്ഷേ സത്യസന്ധനായ ഒരാളെ കള്ളനെന്ന് ആക്ഷേപിക്കുന്നത് ആധ്യാത്മികമായി പുരോഗമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറ്റകരം തന്നെ. അത്യന്തം വിനയത്തെയും നീചകർമ്മങ്ങളിൽ വിരക്തിയെയുമാണ് ഹ്രീ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. അജാപലം അഥവാ ദൃഢനിശ്ചയം, തൻ്റെ പ്രയത്നങ്ങളെപ്പറ്റി ക്ഷോഭിക്കുകയോ നിരാശപ്പെടുകയോ ചെയ്യാതിരിക്കലാണ്. ചില ഉദ്യമങ്ങളിൽ പരാജയം നേരിട്ടേക്കാം. അതിനെ ചൊല്ലി ദുഃഖിക്കരുത്. ക്ഷമയോടും സ്ഥിരനിശ്ചയത്തോടും കൂടി മുന്നോട്ടു പോവുകയാണ് വേണ്ടത്. തേജസ് ക്ഷത്രിയോചിതമത്രേ. ക്ഷത്രിയർ ദുർബലർക്ക് രക്ഷ നൽകാൻ സാധിക്കത്തക്കവണ്ണം ബലം തികഞ്ഞവരാകണം. അവർ അഹിംസാവ്രതരെന്ന് നടിക്കരുത്. അക്രമം ആവശ്യമായി വന്നാൽ അവർ മടിച്ചു നിൽക്കാൻ പാടില്ല. എന്നാൽ ശത്രുവിനെ അടിച്ചമർത്താൻ കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ കരുണയോടെ മാപ്പ് കൊടുക്കാം. കൊച്ചുപിഴകളെ അയാൾക്ക് ക്ഷമിക്കാം. വിശുദ്ധിയാണ് ശൗചം. ശരീരത്തിലും മനസ്സിലും മാത്രമല്ല, പെരുമാറ്റത്തിലും ശൗചം പാലിക്കേണ്ടതുണ്ട്. വിശേഷിച്ചും വ്യാപാരികളായ വൈശ്യർക്ക് ബാധകമാണിത്. അവർ കരിഞ്ചന്ത ഉപേക്ഷിക്കണം. നാദിമാനിത എന്നാൽ മറ്റുള്ളവരുടെ ബഹുമാനം കാക്ഷിക്കാതെ എന്നർത്ഥം. ശൂദ്രരെന്ന് വിളിക്കപ്പെടുന്ന തൊഴിലാളി വർഗത്തിന് വിശേഷാൽ ബാധകമാണ് ഈ ഗുണം. വേദശാസന പ്രകാരം 4 വർണ്ണവിഭാഗങ്ങളുള്ളതിൽ ഒടുവിലത്തേതിൽപ്പെട്ട ഇവർക്ക് തങ്ങൾ മാനിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചുകൂടാ. അവർ അനാവശ്യമായി മാന്യത ഭാവിക്കാതെ സ്വന്തം നില പുലർത്തണം.
സാമൂഹ്യസ്ഥിതി നിലനിർത്തുന്നതിനു വേണ്ടി 3 ഉപരിവർഗങ്ങളെയും ആദരിക്കുക എന്നതാണ് ശൂദ്രരുടെ കടമ. മുകളിൽ പറഞ്ഞ 26 ഗുണങ്ങളും ആധ്യാത്മികങ്ങൾ തന്നെ. സാമൂഹ്യമായും തൊഴിൽപരമായുമുള്ള വ്യത്യസ്തതകൾക്ക് അനുയോജ്യമായ വിധം ഇവയെ വളർത്തിയെടുക്കേണ്ടതാണ്. ഭൗതിക പരിതസ്ഥിതികൾ ശോചനീയങ്ങളാണെങ്കിൽ പോലും ജനവിഭാഗങ്ങളെല്ലാം ഈ ഗുണവിശേഷങ്ങളെ പ്രായോഗികമായി വളർത്തിപ്പോന്നാൽ അവർക്ക് ക്രമേണ ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഉന്നത തലങ്ങളിൽ എത്തിച്ചേരാം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.